സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. എറണാകുളത്തെ സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒന്നാം നില പൂട്ടി. സാധനങ്ങൾ എത്താതായതോടെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. കരാറുകാർക്ക് കോടികൾ നൽകാനുള്ളതാണ് സാധനങ്ങളില്ലാത്തതിൻ്റെ കാരണമെന്നറിയുന്നു. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കടവന്ത്രയിലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. 2 നിലയിലായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇതിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ കൂടുതൽ സാധനങ്ങളൊക്കെ വെച്ച് അവിടെയാണ് പ്രവർത്തനം ഉണ്ടായിരുന്നത്. താഴത്തെ നിലയിലും പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മുകളിലത്തെ നിലയിലെ പ്രവർത്തനം പൂർണ്ണമായും താഴത്തെ നിലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനൊരു കാരണമെന്ന രീതിയിൽ അവർ പറയുന്നത് ഈ സാധനങ്ങൾ ഇല്ലാത്തതിനാലാണ് മുകളിലത്തെ നിലയിലെ പ്രവർത്തനം മാറ്റി ഇപ്പോൾ ഈ താഴത്തെ നിലയിലേക്ക് മാത്രമായി പ്രവർത്തനം ചുരുക്കിയിരിക്കുന്നത്. ഈ കരാറുകാർ അവർ ഈ മുഖം തിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കാരണം വിതരണക്കാർക്ക് മാത്രമായി ഏതാണ്ട് 600 കോടി രൂപയിലേറെ കുടിശ്ശികയുണ്ട് സപ്ലൈകോയ്ക്ക്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ സാധനങ്ങൾ കരാറുകാർ സപ്ലൈകോയ്ക്ക് നൽകുന്നില്ല. ഇതിനെ തുടർന്നാണ് ഈ പ്രതിസന്ധി ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ താഴത്തെ നിലയിൽ പരിമിതമായ സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് മാത്രമാണ് ഈ സപ്ലൈകോയുടെ ഒരു പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ ഈ ഓണക്കാലമൊക്കെ എത്തിയപ്പോൾ പല സാധനങ്ങളും ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഏതാണ്ട് സപ്ലൈകോയ്ക്ക് സർക്കാർ 1650 കോടി രൂപയുടെ കുടിശ്ശിക നൽകാനുണ്ട്. ഇങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് ഈ കരാറുകാർ കൂടി ഇങ്ങനെ മുഖം തിരിച്ചതോടെ സപ്ലൈകോയുടെ പ്രവർത്തനം അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.